ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു അസ്നാസ് കിച്ചൺ. ഇന്ന് നമുക്കിതാ ഇതുപോലുള്ള നുറുക്കൊന്ന് ഉണ്ടാക്കിയെടുത്താലോ. അത് നല്ല കറുമുറ ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെയുള്ള നുറുക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാം വൈകുന്നേരങ്ങളിൽ സ്നാക്സായിട്ട്. അപ്പോൾ ഈസിയാണിത് ഉണ്ടാക്കാൻ. അതും മാത്രമല്ല, ഇത് ഉഴുന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ദോശയ്ക്കൊക്കെ അരക്കുമ്പോൾ ഉഴുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പിടി ഉഴുന്നെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കൂടാതെ ഓൾ എന്ന ഓപ്ഷൻ. ഇപ്പോൾ ഞാനൊരു കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. ഈ ഉഴുന്നതാ കുതിർത്തെടുത്തതാണ് കേട്ടോ. 1 മണിക്കൂറോളം കുതിർത്തെടുത്ത ഉഴുന്ന് ഞാനിതാ ഒരു ബോളിലേക്ക് മാറ്റി നന്നായി കഴുകി വെള്ളം വാർത്തെടുക്കുക. ഇപ്പോൾ ഞാനിതാ വെള്ളം നന്നായിട്ട് ഒഴിച്ച് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഞാനിതാ 1 കപ്പ് മെഷറിംഗ് കപ്പിൻ്റെ അളവാണ് പറയുന്നത് കേട്ടോ. ഞാനിതാ ഉഴുന്നൊക്കെ കഴുകി വൃത്തിയാക്കി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ അല്പം കാശ്മീരി പൊടി 1/4 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പിഞ്ചോളം തന്നെ നമ്മുടെ കായപ്പൊടിയും പിന്നെ ഒരു അല്പം ഉപ്പും ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയ ജീരകം, അതും ഇതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഒരു 5-6 വെളുത്തുള്ളിയുടെ അല്ലിയിൽ അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരല്പം കൂടി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു നിറത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു കുറച്ച് വെള്ളം ഇതുപോലെ ഇത്ര വെള്ളമേ പാടുള്ളൂ, അത്രയും വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. തരി ഒന്നുമില്ലാതെ ഇതുപോലെ അരച്ചെടുക്കാം. ഞാനിതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ വറുത്തരിപ്പൊടിയില്ലേ, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന വറുത്തരിപ്പൊടി അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ അരിപ്പൊടി വറുത്താലും മതി. അപ്പോൾ എന്തായാലും വറുത്തരിപ്പൊടി എടുക്കാൻ ശ്രദ്ധിക്കാം. എന്നിട്ട് 1/2 കപ്പ് വറുത്തരിപ്പൊടിയിലേക്ക് ഒരു പിഞ്ചോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് നമ്മുടെ ബാറ്ററില്ലേ, നമ്മളെ ഉഴുന്നിൻ്റെ ബാറ്റർ അത് ഈ അരിപ്പൊടിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ നമ്മൾ ഇത് കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് അല്പം കറുത്ത എള്ളില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം കറുത്ത എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കറുത്ത എള്ള് ചേർത്തതിന് ശേഷം നന്നായിട്ട് കൈ വെച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ആദ്യം ഞാൻ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ നമ്മുടെ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന പോലെ ഇത് നന്നായിട്ടൊന്ന് ഈ ബാറ്ററും അരിപ്പൊടിയും തമ്മിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ചപ്പാത്തി മാവ് പോലെ ഉരുളയാക്കി എടുക്കണം. ഇപ്പോൾ നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 7 ഓയിൽ ഈ അച്ചിട്ട് കൊടുക്കുക. നമ്മളെ സ്റ്റാറിൻ്റെ അച്ചില്ലേ, അതിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൽ ഞാൻ കുറേശ്ശെയായി 7 ഓയിലേക്ക് അങ്ങ് നിറച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ നൂലപ്പൊക്കെ പിഴിഞ്ഞെടുക്കൂലേ, അതുപോലെ പിഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് സിമ്പിളായിട്ട് വാഴൻ്റെ ഇലയിലൊക്കെ ചെയ്തെടുക്കുന്നവരുണ്ടാവും. പക്ഷേ ഞാനിതൊരു സിമ്പിളായിട്ട് ഞാൻ തവിയുടെ മുകളിലാണ് ഇതുപോലെ പീച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ മെല്ലെ സാവധാനം, ധൃതി ഒരിക്കലും കൂട്ടരുത്, നല്ല സാവധാനമായിട്ട് ഇതുപോലെ ചുറ്റിച്ച് നമുക്ക് നുറുക്കിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഇനി അതല്ല, ഇതുപോലെ ക്ഷമയില്ലാത്തവരാണെങ്കിൽ തിളക്കുന്ന എണ്ണയിലേക്ക് വെറുതെ അങ്ങ് പീച്ചിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുത്താലും നമ്മുടെ പീസായിട്ടുള്ള നുറുക്ക് കിട്ടൂലേ, അതും ആയി കിട്ടും. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ വട്ടത്തിൽ കാണാൻ ഭംഗിയുള്ള വട്ടത്തിലുള്ള അരി നുറുക്കാവും.
അപ്പോൾ എന്തായാലും ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ, അല്ല എന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് വെറുതെ ഒന്ന് പീച്ചി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ചെയ്ത് ഈ തവി ഒന്ന് തിരിച്ച് നല്ല ചൂടെണ്ണയിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ തവിയിൽ നിന്നും വിട്ടുമാറി നമ്മുടെ എണ്ണയിൽ വറുത്തതുപോലെ കോരിയെടുക്കുക. അപ്പോൾ അത്യാവശ്യം ഒരു ഈ ഗോൾഡൻ കളർ നിറാവുന്നവരെ ഒന്ന് 2 വശവും തിരിച്ചു മറിച്ചിട്ട് നമ്മുടെ നുറുക്കൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഈസി അല്ലേ നമ്മൾ അരിനുറുക്ക്, അതും ഉഴുന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് പല റെസിപ്പി ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നുറുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം. സൈനിങ് ഔട്ട്, അസ്ന സക്കീർ.